എടി ദേവി, തേവിടിച്ച് തുറക്കടി വാതിൽ. ആരാതെ? ആരാന്നാ ചോദിച്ചത്? നിന്റെ തന്ത. തുറക്കടി വാതിൽ. നീ തുറക്കില്ലല്ലേടി? വേഗം ഇവിടെ സ്ഥലം വിട്ടോ. ഇനി നിന്നെ പ്രദേശത്ത് കണ്ടുപോകരുത്. ഞാനിവിടുന്ന് പോയില്ലെങ്കിലോ? എങ്കിൽ എത്രയും പേരുടെ ശക്തി നീ അനുഭവിക്കും. നിന്നെ പിച്ചു ചിഞ്ചി ഇവിടെ കുഴിച്ചു മൂടും. ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിനക്കെടുക്കാം, എന്നിട്ട് പോകാം. എനിക്കിത് മാത്രം മതി. എടാ, ആരാണ് വീട്ടിനകത്ത്? ഇറങ്ങാ പുറത്ത്. എടാ, ഇറങ്ങാനാ പറഞ്ഞത്. എല്ലാതെയും തല ഞാൻ എറിഞ്ഞു കളയും. ഇറങ്ങാനാ പറഞ്ഞത്. എടാ, നിന്നെയാണടാ കൊല്ലേണ്ടത്. നീ എന്റെ അനിയനെ പോലീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് എന്റെ വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു. നിന്റെ തല ഞാൻ കൊയ്യും. സാധനങ്ങൾ താഴ്ത്തിടാൻ പറ. ഒറ്റയിടത്തിന് ആങ്ങിപ്പോരുത്. പറ. എല്ലായിടത്തും അകത്ത്. വരൂ. നീ കയറി കിടന്നോളൂ. ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. വെളുക്കുന്നത് വരെ ഞാനിവിടെ കാവലിരുന്നോളാം. കയറി കിടന്നോളൂ. വാതിലടച്ച്. അമ്മ പറഞ്ഞത് അമ്മാവൻ കഴിഞ്ഞ ആഴ്ച വരുമെന്നാണ്. ഇവൾ അയച്ചൊരു കത്തിന് ഞാൻ അങ്ങനെയാ മറുപടി അയച്ചത്. അവിടെയാണെങ്കിൽ ഒരു 100 കൂട്ടം പണി കിടക്കുകയല്ലേ. അമ്മാവൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മുതലാളിയായിട്ട് വഴക്കുണ്ടായിന്ന് കേട്ടു. മുതലാളി കള്ളക്കേസ് ഉണ്ടാക്കി തങ്കപ്പനെ ലോക്കപ്പിലാക്കിയിരിക്കുക. എന്നിട്ട് രാത്രി കുറെ ഗുണ്ടകളെയും കൂട്ടി ദേവകിയെ ആക്രമിക്കാൻ ചെന്നു. എന്റെ പൊന്നുമോനെ, അവരൊക്കെ വലിയ ആളുകളാ. അവരുടെ ചോറാ നമ്മൾ തിന്നുന്നത്. നീ വഴക്കിനൊന്നും പോവണ്ട. എന്തിനാടാ ഇതിനൊക്കെ നടക്കുന്നത്? കൊള്ളാവുന്ന ആളുകളെ വെറുപ്പിക്കാതിരിക്കാൻ നോക്ക്. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നീ പഠിച്ചില്ല. മോട്ടോർ മെക്കാനിസം പഠിപ്പിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാക്കി. അവിടെ റിപ്പയറിന് വന്ന ഏതോ ഒരു വണ്ടി എടുത്ത് മരത്തെ കൊണ്ടിടിച്ചു പോന്നു. എല്ലാം നിന്റെ വിധിയാണെന്ന് വെച്ചാൽ മതി. മാമ എനിക്കൊരു കാർ മേടിച്ചു തരണേ. തരാവിടാ മോനെ, തരാം. ശരി, ജാമ്യം തരാം. കുട്ടമ്പിള്ളേ, തങ്കപ്പനെ കൂട്ടിക്കൊണ്ടുവരും. ഉത്തരം. എന്താ? പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണം. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ അവരുടെ യൂണിയൻ പ്രസിഡന്റാണ്. ഞാനാണ് അവർക്ക് ജോലി കൊടുത്തത്. ഞാനാണ് അവരെ പിരിച്ചുവിട്ടതും. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് പറയണമെന്ന വാക്കുകൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. നമുക്ക് എവിടെങ്കിലും ഒരു സൗകര്യമായി സംസാരിക്കാം. എവിടെ ഇരുന്നാലും എനിക്ക് ഒറ്റ മറുപടിയുള്ളൂ. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. ഒന്നുകൂടെ ആലോചിച്ചു നോക്കും. ഏത് പ്രശ്നവും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ തീരുകയില്ല. തൊഴിലാളികൾ പണി മുടക്കിയിരിക്കാം. അവരോട് പണി ചെയ്യാൻ പറ. തിരിച്ചുവിട്ടവരുടെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പണി മുടക്കിയത്. എങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. ഈ പിടിവാശി
അപകടത്തിലേക്കാണ് പോകുന്നത്. ആർക്കാണ് അപകടം? എനിക്കോ അതല്ല നിങ്ങൾക്കോ? തൊഴിലാളികൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് പോകാം. തൊഴിലാളിയുടെ ശക്തി, അവന്റെ ക്ഷമ, ഇതൊന്നും നിങ്ങൾ പരീക്ഷിക്കരുത്. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കരുത്. സാർ, ഞങ്ങൾ തെമ്മാടികളല്ല, തൊഴിലാളികളാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞ അയാൾക്ക് മനസ്സിലാവില്ല. പറയേണ്ടതുപോലെ പറയണം. ഇവരുടെ കാര്യം ഒരു വിട്ടുവീഴ്ചയോടുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ? ഞാൻ അവരെ തിരിച്ചെടുക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ പണി മുടക്കിയവരെല്ലാം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. തൊണ്ടികൾ. നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം, മുതലാളി പിടിവാശി ഉപേക്ഷിക്കില്ല. അയാൾ നിങ്ങളെ തിരിച്ചെടുക്കില്ല. ഇങ്ങനെയുള്ള മുതലാളിമാരെ വേരോടെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അത് എളുപ്പം കഴിയും. അയാൾക്ക് തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഗോപി പറഞ്ഞതാണ് ശരി. ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊന്നും തോന്നരുത്. തിരിച്ചുവിട്ട ജോലിക്കാരെ തിരിച്ചെടുത്ത ഈ ഇൻകുലാബും സിന്ദാബാദും ഒക്കെ തീരില്ലേ? എന്തിനാ വേണ്ടാത്ത വഴക്കിനും വയ്യാവേലിക്കൊക്കെ പോകുന്നത്? തിരിച്ചുവിട്ടവർ ഇന്ന് തിരിച്ചെടുത്താൽ നാളെ ഒരു കൂലി കൂടുതൽ ചോദിക്കും, മറ്റന്നാളെ ഒരു വേറെന്തെങ്കിലും ചോദിക്കും. ഇതാണ് ജോലിക്കാരുടെ സ്വഭാവം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ അവരുമായി പിണങ്ങി ജയിക്കാൻ പോവാണോ? പിണങ്ങിയാൽ അവരെ ജയിക്കൂ. നീ ഹിന്ദിലാബുകാരെ പോലെ ചിന്തിക്കാതെ. നീ എന്റെ പോലെ, എന്നെ പോലെ ചിന്തിച്ചാ മതി. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. മനസ്സിലാകണ്ട. നീ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണ്ട. എല്ലാവരോടും ഇങ്ങനെയായാലോ? സ്വന്തം മകനോടും ഭാര്യയോടെങ്കിലും. നീ എന്നെ പഠിപ്പിക്കാണോ? എത്ര ആള് ജോലി ചെയ്ത സ്ഥലമാണ്, എത്ര പെണ്ണുങ്ങള്. ഇപ്പഴ ചാപ്പറമ്പ് പോലെ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാലേ മുതലാളി, ദിവസം നമുക്ക് എത്ര രൂപ നഷ്ടം? ഇനിയുള്ള ഓർഡറെങ്കിലും സമയത്ത് കൊടുക്കണം. ഞാൻ വേറെ ജോലിക്കാരെ കൊണ്ടും ജോലി ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. നിയമം അനുവദിക്കുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ആ തീയൊന്ന് നോക്കട്ടെ. കുഞ്ഞപ്പി എന്നല്ലേ പേര്? അതെ, അറിയുമോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഗോപിയാണ് അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കി. അല്ല, ഇവരൊക്കെ ഇവിടെ സമരമാണെന്നോ യുദ്ധമാണെന്നോ ഒക്കെ കേട്ടു. അതൊന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. ഓഹോ, അതിന് വന്നതാണല്ലേ? നിങ്ങളെ കൊണ്ട് അത് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റും. അതിന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത്. എടോ പിള്ളേ, ഇവര് കരുതിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളും കരുതി തന്നെ വരാമെന്ന് മുതലാളിയോട് പറഞ്ഞേക്ക്. മുതലാളി എത്തി. എല്ലാവരും എത്തിയോ? എത്തി. വഴിക്ക് വെച്ച് കുഞ്ഞപ്പിയും ഗോപിയും തമ്മിലൊന്ന് മുട്ടി. ഞങ്ങളും കരുതി വരാന്ന് പറഞ്ഞിട്ടാ ഗോപി പോയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പലതും സംഭവിക്കും. ഇതെന്തിനാ മുതലാളി? ഇത് വാങ്ങിക്കാൻ. താനൊരു ഭീരുവാണ്. തന്നെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. എന്താ മുതലാളി? എന്താണ് പറയാം. ആടേടാ ആടേ. കയർ തൊഴിലാളി യൂണിയൻ, കയർ തൊഴിലാളി യൂണിയൻ, പണിമുടക്ക്
പണിമുടക്ക് സമരം, പണിമുടക്ക് സമരം, ഇൻകുലാബ് ഇൻകുലാബ്. പിരിച്ചുവിട്ടവരെ പിരിച്ചുവിട്ടവരെ, കരിങ്കാലികളെ കരിങ്കാലികളെ കരിങ്കാലികളെ, ഇൻകുലാബ്. നിങ്ങളിവിടെ ജോലി ചെയ്യാൻ പാടില്ല. പിരിഞ്ഞു പോകണം, എല്ലാവരും പിരിഞ്ഞു പോകണം.
ഇങ്ങോട്ട് 10 അടി 8 കാര്യം ചെയ്തിരിക്കൂ. പോലീസുകാരനെ കൊന്നത് ആരാണുള്ള കണ്ടു അല്ലേ? കണ്ടു. ആരാ കുത്തിയത്? തല്ലിന്റെയും ബഹളത്തിനിടയിൽ ഞാൻ നോക്കുമ്പോ തങ്കപ്പൻ ഇദ്ദേഹത്തെ പിടിച്ചു കൊടുത്തു. ഗോപി അരയുന്ന കടാരൂരി ഇദ്ദേഹത്തെ കുത്തി. ഇദ്ദേഹം മരിച്ചു പോകും. കൃഷ്ണനാരെ, നാരായണ പിള്ളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചോളൂ. ഉത്തരവ്. എന്താ ഇവിടെ? ആരുമില്ലേ? എന്താ തള്ളെ കിടന്നു കളഞ്ഞത്? 2 ഏമാന്മാര് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചൂടെ? കാല് വയ്യ പിള്ളേ, ഒരു വേദന. എടി പെണ്ണെ, ഗോപി ഇവിടെ ഉണ്ടോ? അവൻ ഇവിടില്ല. നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ എവളോട് ചോദിച്ചു. എടോ, താൻ പോലീസോ അതോ ഞങ്ങൾ പോലീസോ? ഞങ്ങൾ ചോദിച്ചോളാം. എന്തോന്നടി എന്റെ പേര്? ലളിത. തങ്കപ്പനും ഗോപി എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. എവിടെയാടി അവര്? എനിക്കറിയില്ല. ഒടുക്കം അറിഞ്ഞെന്ന് പറയരുത്. ഞാൻ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ. കുട്ടമ്പിള്ളേ, കേറി നോക്ക്. ബാബുവാ, താൻ വരണ്ട. ഞാൻ വിളക്കാം. ഞാൻ അവിടെ നോളാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ മനസ്സ് നിങ്ങൾ അന്വേഷിച്ചെത്തും. എന്റെ കാലുകൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാലോ? നിന്റെ ഈ കണ്ണീര് എന്റെ സർവശക്തിയും ചോർത്തിക്കളയും. നീ കരയരുത് ദേവു. നീയും ഒരു തൊഴിലാളിയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാണ് സമരം ചെയ്യുന്നത്. നമ്മൾ തളരാൻ പാടില്ല. ആരെയും തളർത്തുകയും അരുത്. ആ നേതാവ് ഇപ്പൊ വരും. ഉടനെ തങ്കപ്പനിരിക്കുന്ന നേരത്തേക്ക് എന്നെയും കൊണ്ടുപോകും. അങ്ങോട്ട് പോകണ്ട, അവിടെ മുഴുവൻ പോലീസാണ്. തങ്കപ്പൻ അവരെ പിടിക്കുമോ? ഇല്ല, അങ്ങനെ സംഭവിച്ച തന്നെയും നമ്മൾ ഭയപ്പെട്ടു പോകും. നമ്മളൊരു പ്രസ്ഥാനം കെട്ടിപ്പടുകയാണ്. അതിന് കൊടുക്കേണ്ട വില പലപ്പോഴും നമ്മുടെ ജീവനായിരിക്കും. ദേവകി ഇനിവിടെ നിന്നാൽ ഗോപി അപകടത്തിലാവും. ഞാൻ പോകാം. സ്ത്രീകൾ ഒരാകർഷണമാണ്. വിപ്ലവകാരികൾ ഒരിക്കലും ദുർബലരാകരുത്. നമുക്ക് നമ്മുടെ ഹൃദയം ഉരുക്കുകൊണ്ട് പണിയാം.